പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വളരെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. പ്രത്യേകിച്ച് നമ്മുടെ ബിജു വർക്കി സഹോദരന്റെയും ജോളി സഹോദരിയുടെയും അതുപോലെ ജൂലിയുടെയും അനയുടെയും കുഞ്ഞ് സഹോദരനായ ജോഹാന്റെ ആദ്യ കുർബാന സ്വീകരണ ദിവസമാണെന്ന്. പ്രത്യേകിച്ച് നമ്മളിന്ന് ഈ ആദ്യ കുർബാന സ്വീകരണത്തിലേക്ക് നമ്മൾ ഇവിടെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന തിരുവചനം കൂടി നമുക്കൊന്ന് ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുക: യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എന്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. പ്രിയപ്പെട്ടവരെ, വളരെ അർത്ഥവത്തായ ഒരു തിരുവചനമാണ് യോഹന്നാൻ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക. ഓരോ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ആ വിശുദ്ധ കുർബാനയുടെ ആ പൂർണ്ണത എന്താണെന്ന് വെച്ചാല് ആ വിശുദ്ധ കുർബാന സ്വീകരണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ പള്ളിയില് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് കടന്നൊരു ചിന്തതായിരുന്നു. നമ്മള് ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ചു വെക്കുമ്പോൾ കാണുന്ന ആ ദിവ്യകാരുണ്യനാഥൻ വൈദികന് തന്റെ കരങ്ങളാല് അപ്പമെടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ആ വിശുദ്ധ ഈശോയുടെ ശരീരമായിട്ട് മാറുന്ന ആ ഒരു നിമിഷം നമ്മൾ മനോഹരമായി ഓരോ ദിവസവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ കുർബാന സ്വീകരണം, ഈശോയുടെ ശരീരത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ നമ്മൾ ഈശോയും നമ്മളും ഒന്നാകുന്ന ഒരു നിമിഷമായിട്ടാണ് അവിടെ മാറുക. നമ്മൾ കുർബാന ഓരോ ദിവസത്തെ കുർബാനയിൽ കാണുമ്പോൾ ഈശോയുടെ ശരീരം നമ്മുടെ നാവിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം തന്നെ ഈശോയെ മാറുന്ന നിമിഷം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഒരു ഈശോയുടെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തെറ്റായൊരു ചിന്തകളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുക. ഇന്ന് പ്രത്യേകിച്ച് ജോഹനെ കുറിച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ ജോഹന്റെ ആ ജനനം മുതൽ ജനിച്ച ഏറ്റവും അടുത്ത ദിവസം കഴിഞ്ഞ മുതൽ അവനിവിടെ എല്ലാ ദിവസത്തെ ദീപവലികളിലും പങ്കെടുക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും എല്ലാ ദിവസത്തിലെ ദീപവലിയിലും പങ്കെടുക്കും. ഞാൻ എല്ലാ ദിവസത്തിലെ ദീപവലിയിലും പങ്കെടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. പക്ഷെ ഈ ബിജു വർക്കി കുടുംബമൊക്കെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. ഈ വിശുദ്ധ കുർബാന വളരെ ദാഹത്തോടു കൂടി കാണുന്ന ഒരു കുഞ്ഞു മകനായിട്ട് ഞാൻ എത്രയോ വർഷങ്ങൾ മുൻപ് ഈ ജോഹനെ നമ്മൾ കാണാറുണ്ട്. കുറച്ച് മറ്റു കുട്ടികളെയൊക്കെ അപേക്ഷിച്ച് നമ്മള് കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ ഉള്ളതാണ്, ഓടി നടക്കൽ ചാടി. പക്ഷെ എന്നിരുന്നാലും ഒരു ദിവസത്തെ കുർബാന പോലും മുടങ്ങാതെ, ഇവര് നാട്ടിൽ പോയാലും മുടങ്ങാതെ ആ ദീപവലിയിൽ പങ്കുചേരുന്നു. ഇന്ന് ആ മകൻ ഏറെ നാളത്തെ ഒരു തീക്ഷ്ണമായ ആഗ്രഹത്തിന് ശേഷം അവൻ ദിവ്യകാരുണ്യം വിശുദ്ധ കുർബാന എന്ന് അർത്ഥമായി നാവിലൂടെ അവന് സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അവന്റെ ജീവിതത്തിന്റെ വലിയൊരു അഭിലാഷത്തിന്റെ ഒരു പൂർത്തീകരണമാണ് നമ്മളിവിടെ കാണുക. പ്രത്യേകിച്ച് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഈ കുടുംബത്തോടൊപ്പം ഇന്നത്തെ ദിവസത്തെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് നമ്മെ എല്ലാവരും വിളിച്ച ഇവർക്കും നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈശോയുടെ എല്ലാവിധ സംരക്ഷണവും കരുണയും കാരുണ്യമൊക്കെ ഈ കുടുംബത്തിന് സമൃദ്ധമായി ഉണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദിവ്യകാരുനാഥനായ ഈശോയെ, നിന്റെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തെ ഞങ്ങൾ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ജോഹന്മാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നിന്നെ ഇന്ന് സ്വീകരിക്കുവാനായിട്ട്, നിന്റെ മകനായിട്ട് വളരുവാൻ തക്കുന്ന ഈശോയെ, ഈ കുഞ്ഞിനെ നീ വളർത്തിയ ആ വലിയ സ്നേഹത്തോട് നിന്നോട് നന്ദി പറയുകയാണ്. നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന്റെ തണലില് ഈ കുടുംബം എന്നും ആയിരിക്കുവാൻ തക്കുന്ന കൃപ ചൊരിയണമേ ഞങ്ങളുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു മാതപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, പ്രത്യേകമായി ജോഹനെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധമൊഴിയായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ ദൈവമാതാവേ, പ്രത്യേകിച്ച് ജോഹന് വേണ്ടിയും അന്നയ്ക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലി സഹോദരിക്ക് വേണ്ടിയും ബിജു വർഗീയയ്ക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, അങ്ങയുടെ തൃപ്തിപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധമായ ദൈവമാതാവേ, പ്രത്യേകമായി ഇന്ന് ഈ ബിജു വർഗീയുടെയും ഈ കുടുംബത്തിന്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, അങ്ങയുടെ തൃപ്തിപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. പരിശുദ്ധമായ ദൈവമാതാവേ, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ അങ്ങയുടെ കരങ്ങളിലേക്ക് പരിശുദ്ധമായ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പഠന മേഖലയെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ രോഗത്തിന്റെ മേഖലകളിൽ നിന്ന് ഇവർക്ക് പരിപൂർണമായ സംരക്ഷണം, പ്രത്യേകിച്ച് ഇവരുടെ സാമ്പത്തിക മേഖലയെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു, അങ്ങയുടെ തൃപ്തിപരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. സഹരാജിലിരിക്കുന്ന ദിവ്യകാരുനാഥൻ ഇന്ന് ദിവ്യകാരുണ്യമായി ഈ കുഞ്ഞു മകന്റെ നാവിലൂടെ ഈ മകനിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ആ ദിവ്യകാരുനാഥന് സർവമഹത്വം നൽകിക്കൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശ്വരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.